നിങ്ങൾ മായാനദി ഫിലിം കണ്ടിട്ടുണ്ട്? അത് കാണുന്ന പലർക്കും പല പല കാഴ്ചപ്പാടുകളാണെന്ന് ആരോ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ആ ഫിലിമിന്റെ വിഷ്വൽസിന് ഒരു കോസിനെസ് ഇല്ലേ, അതായത് ഇനീഷ്യലി എന്നെ ആകർഷിച്ചത്. പിന്നെയാണ് അതിന്റെ പ്ലോട്ടിലേക്ക് ശ്രദ്ധ പോവാൻ തുടങ്ങിയത്. അപ്പോഴുള്ള അസ്ഥിക്ക് പിടിച്ച പ്രേമവും കൊട്ടക്കണക്കിന് സ്വപ്നങ്ങളും എന്ന കുറച്ചൊക്കെ ഉടായ്പ കാണിക്കുന്ന ലൈഫിൽ കുറേ അനുഭവിക്കേണ്ടി വന്നൊരു പാവമാണ്. ഈ അപ്പു പോലെ അവനെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് അവന്റെ കണ്ണുകൾ പലപ്പോഴായിട്ട് ആർത്ത് കരയുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അന്നൊക്കെ എന്റെ കണ്ണില് അപ്പു വില്ലത്തിയായി. ഈ പെണ്ണെന്തിനാ ഇങ്ങനെ ഇവര് മിക്സ്ഡ് സിഗ്നൽസ് കൊടുക്കുന്നതെന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ ഓരോ തവണ ആ സിനിമ കാണും തോറും പല വ്യൂ പോയിന്റ്സും മാറിയാൻ തുടങ്ങി. ഒരാളെ ജീവന തുല്യം സ്നേഹിക്കുക, അയാളടുത്തുനിന്ന് വിചാരിക്കാണ്ട് ഒരു ചതി ഉണ്ടാവാം. അതിനെവിടെയോ അവൾ ആൻസറബിൾ ആവുക. അതിൽ നിന്നൊക്കെ കരകയറാൻ പണി 18 എടുത്തിട്ടും ഒന്നും വർക്കാവാണ്ടാവുക. നല്ല പാഷനും ഹാർഡ് വർക്കിങ്ങും ഫോക്കസും എല്ലാം ആവാൻ നോക്കുമ്പോഴും ഉള്ളിൽ എവിടെയോ മാത്രമുള്ള ആ പഴയ ഇഷ്ടം വീണ്ടും പൊട്ടിമുളക്കും. അതിൽ നിന്നൊക്കെ ഇറങ്ങി ഓടാൻ പറ്റാണ്ടാവും. ഐ ഓൾവേസ് തോട്ട് Mathan was stuck with Appu. But isn't it Appu who's truly stuck torn between love, self-respect and broken trust? അപ്പോഴുള്ള എല്ലാ ഇഷ്ടവും മാത്തൻ വാരിക്കോരി കൊടുത്തിട്ട്, എന്നാൽ കൺഫ്യൂസ്ഡ് ആയ അപ്പു പലപ്പോഴും അതിനൊരു റെഗുലേറ്റർ വെച്ചിട്ടില്ലേ. ഒടുവില് അവൻ പോയപ്പോ അപ്പു ആ വഴികളിലൂടെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ അവൾ എത്ര അവനെ മിസ് ചെയ്തിട്ടുണ്ട്. അവൻ അർഹിക്കുന്ന സ്നേഹം അവളെ കൊണ്ട് കൊടുക്കാൻ പറ്റാത്തതിൽ എത്രത്തോളം കുറ്റബോധിച്ചിട്ടുണ്ടാവും. വാട്ട് ഇഫ് ഹെർ മൈൻഡ് വോയിസ് വാസ് ലൈക്ക് ദിസ്. അല്ലെങ്കിലും ഒഴിവാക്കപ്പെട്ടവരുടെ കൂടെ എന്നും ആൾക്കാരുണ്ടാവും. അതേസമയം ഇഷ്ടമുണ്ടായിട്ട് പല കാരണങ്ങൾ കൊണ്ട് ഒഴിവാക്കേണ്ടി വന്നവരെ പറ്റി ചിലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അവരെ കേൾക്കാനും ആരേലൊക്കെ വേണ്ടേ.